പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജനുവരി മാസം 1-ാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. രാവിലും പകലിലും ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. പകൽക്കാലങ്ങളിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, രാത്രികാലങ്ങളിൽ കർത്താവ് നമ്മളെ കരുതി, പ്രഭാതങ്ങളിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചു. കഴിഞ്ഞ 12 മാസം ഓർത്ത് നമുക്ക് നമ്മുടെ കൈകളൊന്ന് ഉയർത്തി സ്തോത്രം പറയാം. കർത്താവേ, കഴിഞ്ഞ ജനുവരി മാസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. കഴിഞ്ഞ ഫെബ്രുവരി മാസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ മാർച്ച് മാസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഏപ്രിൽ മാസം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. കർത്താവെ, മെയ് മാസത്തിൽ അതിശയമായി നടത്തിയതിന് സ്തോത്രം. കർത്താവെ, ജൂൺ മാസത്തിലും കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിച്ചു, നന്ദിയോടെ സ്തോത്രം. ജൂലൈയിലും ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, അതിനായിട്ട് സ്തോത്രം. ഓഗസ്റ്റിൽ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. സെപ്റ്റംബറിൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. ഒക്ടോബറിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. നവംബറിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. കർത്താവെ, ഡിസംബറിലും അത്ഭുതമായി നടത്തി. 12 മാസം ഞങ്ങളെ അതിശയമായി നടത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഈ പുതുമാസത്തിൻ്റെ ആരംഭ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ഇന്നും പറയാൻ കഴിയും, യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഞങ്ങൾ ഒരിക്കലൂടെ പറയട്ടോ, യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിന് സ്തോത്രം. 2026 ആരംഭ ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും, അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുതുവർഷത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും ഈ പുതുവർഷം ഒരനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ഓവർഫ്ലോയിങ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, രോഗികൾ സൗഖ്യമാകട്ടെ. ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാനസികമായി ബലപ്പെടട്ടെ, ശാരീരികമായി ബലപ്പെടട്ടെ. കർത്താവിൻ്റെ പ്രത്യേക ഫേവർ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ, ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഞാനിവരെ ബ്ലെസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളെ രാവിലെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് സഭായോഗമുണ്ട്. നാളത്തെ സഭായോഗത്തിൻ്റെ സമയത്തിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. നാളെ ഇവിടുത്തെ സമയം 7 മണിക്കും ഇന്ത്യൻ സമയം 9:30ക്കുമാണ് സഭായോഗം ആരംഭിക്കുന്നത്. ആമേൻ. അത് കാരണം പ്രത്യേകിച്ച് നമ്മൾ ന്യൂ ഇയറിനായി ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ടെൻറ്റിനകത്ത് വെച്ചാൽ സഭായോഗം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അല്പം താമസിച്ച് തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 23-ന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 23-ന്റെ 5-ൽ പറയുന്നു, എൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ കർത്താവ് വിരുന്നൊരുക്കും. എൻ്റെ തലയെ എണ്ണ കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 2026 ഇയർ ഓഫ് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. സാധാരണ ബ്ലെസ്സിങ് ഉണ്ട്, ഓവർഫ്ലോ ഉണ്ട്. നദി സാധാരണയായി ഒഴുകാറുണ്ട്, എന്നാൽ നിറഞ്ഞു കവിയാറുണ്ട്. നദി നിറഞ്ഞു കവിയുമ്പോൾ 2 കരകളിലേക്കും അത് കയറി ഒഴുകുവാൻ തുടങ്ങും. ഇതുപോലാണ് ഈ വർഷം. ദൈവിക അനുഗ്രഹം ദൈവമക്കളുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകുന്ന ഒരു വർഷമാണ്. ദൈവകൃപ നമ്മളിൽ നിറഞ്ഞു കവിയും, ദൈവിക ആരോഗ്യം നമ്മളിൽ നിറഞ്ഞു കവിയും, ദൈവിക സമാധാനം നമ്മളിൽ നിറഞ്ഞു കവിയും, ദൈവിക സമ്പത്ത് നമ്മളിൽ നിറഞ്ഞു കവിയും, ദൈവികമായ ആശ്വാസവും ആത്മാക്കളുടെ എണ്ണത്തിലും ഒരു വലിയ കവിഞ്ഞൊഴുക്കുണ്ടാക്കും. എല്ലാത്തിനകത്തും ഒരു ഓവർഫ്ലോയിങ്. അതുകൊണ്ട് ഈ വർഷം പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പോലെ ഒരു ഓവർഫ്ലോ, നിറഞ്ഞ് കവിയുന്ന അനുഭവം ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടാകട്ടെ, എല്ലാത്തിനകത്തും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമം അത് മുഖാന്തരം മഹത്വപ്പെടുവാൻ, ദൈവരാജ്യം അത് മുഖാന്തരം വളരുവാൻ കർത്താവ് ഇടവരുത്തും. എന്തിനാണ് കർത്താവ് ഓവർഫ്ലോയിങ് തരുന്നത്? 1, ദൈവം വിശ്വസ്തനാണെന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിക്കാൻ. 2, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം ലഭിപ്പാൻ. 3, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്. 4, നമ്മുടെ നാണക്കേടുകളെ മാറ്റുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ പിറകിൽ നടന്നു, നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്നു. പക്ഷേ പല കാര്യങ്ങളും നമ്മളങ്ങ്
സർവൈവായിപ്പോയി. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ പുതിയ കാലഘട്ടത്തിൽ, പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അങ്ങനൊരു സീസണല്ല, മറിച്ച് ഓവർഫ്ലോ ചെയ്യുന്നൊരു സീസണാണ്. പ്രാർത്ഥിക്കാം, നമുക്ക് ഈ വർഷത്തെ ഒന്നുകൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് ഓവർഫ്ലോ ചെയ്യുന്ന വർഷമായി മാറട്ടെ. എല്ലാത്തിനകത്തും ഒരു ഓവർഫ്ലോയിങ് ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് അതിശയമാക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് പറയാം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. കാരണം ഉയർത്തി പറഞ്ഞ്, വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.